AKG സെന്റർ ആക്രമണക്കേസിൽ ഒളിവിലായിരുന്ന രണ്ടാം പ്രതി ഡൽഹിയിൽ അറസ്റ്റിലായി. KPCC അധ്യക്ഷൻ കെ സുധാകരന്റെ അടുത്ത അനുയായിയും യൂത്ത് കോൺഗ്രസ് നേതാവുമായ സുഹൈൽ ഷാജഹാനാണ് ഡൽഹി വിമാനത്താവളത്തിൽ നിന്ന് അറസ്റ്റിലായത്. സുഹൈലിനെ തിരുവനന്തപുരത്തേക്ക് എത്തിച്ചാണ് തുടർ നടപടികൾ നടത്തുക. AK സെന്റർ ആക്രമണമുണ്ടായി 2 വർഷം തികയുന്ന വേളയിലാണ് ഇപ്പോൾ ഈ ഒരു സംഭവത്തിന്റെ മുഖ്യ ആസൂത്രകൻ എന്ന ക്രൈംബ്രാഞ്ച് തന്നെ പറയുന്ന സുഹൈൽ ഷാജഹാനെ പിടികൂടുന്നത്. ഇന്നലെ രാത്രി 12:30 അദ്ദേഹം ഡൽഹി എയർപോർട്ടിൽ എത്തുമ്പോഴായിരുന്നു ഇദ്ദേഹത്തെ പിടികൂടുന്നത്. നേരത്തെ തന്നെ ഈ വിദേശത്തേക്ക് ഈ സംഭവം ഉണ്ടായതിനു ശേഷം വിദേശത്തേക്ക് ഈ സുഹൈൽ ഷാജഹാനും ഒപ്പം തന്നെ അദ്ദേഹത്തിന്റെ ഡ്രൈവർ സുധീഷും കടന്നു കളയുകയും ചെയ്തിരുന്നു. അപ്പോൾ തന്നെ ക്രൈംബ്രാഞ്ച് സംഘം ലുക്കൌട്ട് നോട്ടീസ് ഇറക്കുകയും ചെയ്യുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്നലെ രാത്രി 12:30 ഡൽഹി വിമാനത്താവളത്തിൽ വെച്ച് ഈ പ്രതിയെ പിടികൂടുകയും ചെയ്യുന്നത്. മുഖ്യ ആസൂത്രകനാണ് ഈ കേസിലെ രണ്ടാം പ്രതിയാണ്. ഒപ്പം തന്നെ നമുക്കറിയാം വലിയ കോളിളക്കം സൃഷ്ടിച്ച ഒരു സംഭവം കൂടിയായിരുന്നു AK സെന്റർ ആക്രമണവുമായി ബന്ധപ്പെട്ട സംസ്ഥാനത്തുടനീളം ഉണ്ടായത്. കാരണം രാഹുൽ ഗാന്ധിയുടെ ഓഫീസ് ആക്രമിച്ചതുമായി ബന്ധപ്പെട്ടാണ് പിന്നീട് ഇവിടെ തിരുവനന്തപുരത്ത് AK സെന്റർ ആസ്ഥാനത്തേക്കും യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഒരു ആക്രമണ ശ്രമം ഉണ്ടാകുന്നത്. പിന്നീട് 85 ദിവസങ്ങൾക്ക് ശേഷമാണ് ഇതിൽ പ്രധാന പ്രതിയെ പിടികൂടാൻ പോലീസിന് സാധിക്കുകയും ചെയ്തത്. ആറ്റിപ്ര മണ്ഡലം പ്രസിഡന്റ് കൂടിയായിട്ടുള്ള ജിതിനെ പിന്നീട് പിടികൂടുകയും ചെയ്തു. ഇതിനെ സഹായിച്ച നവ്യയെയും പോലീസ് പിടികൂടുകയും ചെയ്തിരുന്നു. പക്ഷേ ഈ 2 പ്രതികളെ, അതായത് സ്കൂട്ടർ എത്തിച്ചു നൽകിയ സുഹൈൽ ഷാജഹാന്റെ ഡ്രൈവർ സുധീഷിനെയും ഒപ്പം തന്നെ സുഹൈൽ ഷാജഹാനെയും പിടികൂടാൻ അന്വേഷണ സംഘത്തിന് സാധിക്കുകയും ചെയ്യില്ലായിരുന്നു. അതിനെ തുടർന്ന് അന്വേഷണം പാതിവേലയ്ക്ക് നിലനിൽക്കാതെ പോകുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാവുകയും ചെയ്തു. തുടർന്ന് ആണ് ഇപ്പോൾ 2 വർഷത്തിനിപ്പുറം ഈ ഒരു പ്രതിയെ പിടികൂടാൻ സാധിക്കുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും കൂടുതൽ ചോദ്യം ചെയ്യലിന് വേണ്ടി ഇന്ന് തന്നെ പ്രതിയെ നാട്ടിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി അന്വേഷണ സംഘം ഡൽഹിയിലേക്ക് തിരിച്ചിട്ടുണ്ട്. ഇന്ന് തന്നെ സുഹൈൽ ഷാജഹാനെ തിരികെ തിരുവനന്തപുരത്തേക്ക് എത്തിക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. കൂടുതൽ ചോദ്യം ചെയ്യൽ നടത്തും. ഒപ്പം തന്നെ ഇത് ഏത് തരത്തിലായിരുന്നു, വേറെ ഏതെങ്കിലും നേതാക്കൾ ഇതുമായി ബന്ധപ്പെട്ട് ഇടപെട്ടിട്ടുണ്ടോ, ഗൂഢാലോചനയുടെ ഭാഗമായിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ അന്വേഷണ സംഘം ചോദിച്ചറിയുകയും ചെയ്യും. എന്തായാലും കുറ്റപത്രം സമർപ്പിച്ചത് പോലും 1 വർഷത്തിന് ശേഷമായിരുന്നു. ഇതിനെതിരെ വലിയ ആക്ഷേപങ്ങളൊക്കെ തന്നെ പ്രതിപക്ഷം ഉന്നയിക്കുകയും ചെയ്തു. ഒരു കള്ളക്കേസാണ് എന്നുള്ള തരത്തിലുള്ള ഒരു പ്രതികരണമായിരുന്നു പ്രതികളുടെ ഭാഗത്തുനിന്നും ഉയർന്നു വന്നത്. എന്തായാലും കൂടുതൽ ആക്കം ഈ ഒരു കേസിന് കിട്ടുന്നു എന്നുള്ളത് തന്നെയാണ് ഈ ഒരു സുഹൈൽ ഷാജഹാന്റെ അറസ്റ്റോടെ ഉണ്ടായിരിക്കുന്നത്. പ്രതിയെ ഇപ്പോൾ AKG സെന്ററിൽ എത്തിച്ച് തെളിവെടുപ്പ് അടക്കമുള്ള നടപടികളിലേക്ക് പോലീസ് കടന്നിരിക്കുകയാണ്. ഇപ്പോൾ തെളിവെടുപ്പ് ഉൾപ്പെടെ നടത്തി ഇനി തുടർ നടപടികളിലേക്ക് പോലീസ് പോകും. ഇപ്പോൾ പ്രതിയെ AKG സെന്ററിലേക്ക് എത്തിച്ച് തെളിവെടുക്കുന്നതിന്റെ ദൃശ്യങ്ങൾ ആണ് പ്രേക്ഷകർ കാണുന്നത്. KPCC അധ്യക്ഷൻ കെ സുധാകരന്റെ അടുത്ത അനുയായിയും യൂത്ത് കോൺഗ്രസ് നേതാവുമായ സുഹൈൽ ഷാജഹാനെയാണ് AKG സെന്ററിലേക്ക് എത്തിച്ച് പോലീസ് തെളിവെടുക്കുന്നത്.